ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 1. ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. ശ്ലോകം 9. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷ ഐശ്വര്യാദീശരേനേ ജഗതി പരജനേ സ്വൽമനോപീശ്വരസ്ത്വം കയ്യൂച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാ ത്വം ചാത്മാ രാമയേവേത്യതുല ഗുണഗണാ ധാരശൗരേ നമസ്തേ. പരേ അന്യന്മാർ, അന്യദേവന്മാർ, അതായത് ഗുരുവായൂരപ്പനല്ലാത്ത വേറെ ദേവന്മാർ. കാരുണ്യാത് ദയ ഹേതുവായിട്ട് അവരെ നമ്മൾ സ്തുതിക്കുമ്പോൾ ദയ കാരണം. അന്യം കാമദദലു ഗലു ത്വം വിശേഷാത് സ്വാത്മത, മറ്റു വല്ല അഭീഷ്ടവും കൊടുക്കുന്നുണ്ടല്ലോ. ഒരുമാതിരിയുള്ള അഭീഷ്ടങ്ങളെല്ലാം നമുക്ക് മറ്റു ദേവന്മാർ സാധിച്ചു തരും. അങ്ങാകട്ടെ വിശേഷിച്ചും അസാധാരണ കാരുണ്യത്താൽ, ഭഗവാൻ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പന് അസാധാരണമായ കാരുണ്യമാണ്. നമ്മൾ വിചാരിച്ചത് അപ്പുറത്താണ് ഭഗവാന്റെ കാരുണ്യം നമ്മളോട്. ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനാകുന്നു. ആത്മാവിനെ തന്നെ ധ്യാനം ചെയ്യും. അതിൻ്റെ ഉദാഹരണമാണ് കുചേലൻ കാണാൻ ചെന്നിട്ട് അവല് കൊണ്ടുപോയ അവലിങ്ങനെ എടുത്ത് കഴിക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യം കഴിക്കുമ്പോഴേക്കും ലക്ഷ്മി വേഗം കൈ പിടിച്ചു. കാരണം അവൽ മുഴുവൻ കഴിക്കുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ സർവസ്വവും കുചേലനിലേക്ക് പോകുന്നതാണ് പറയണത്. അപ്പോൾ ആത്മാവിനെ തന്നെ എല്ലാത്തിനെയും ധ്യാനം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ. അതാണ് എൻ്റെ അത്രയും കാരുണ്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. മനസ്സിലായില്ലേ? ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനാകുന്നു, സായുജ്യം നൽകുന്നവനാകുന്നു. ഈ ഭഗവാന് മാത്രമേ നമുക്ക് സായുജ്യം തരാൻ പറ്റുള്ളൂ, മോക്ഷം തരാൻ പറ്റുള്ളൂ. മറ്റുള്ള ദേവന്മാർക്ക് അത് പറ്റില്ല. അന്യേ മറ്റുള്ളവർ, മറ്റു ദേവന്മാർ, ഐശ്വര്യാത് ഐശ്വര്യം ഹേതുവായിട്ട്, ഈശ്വരത്വം സ്വാമിത്വം ഹേതുവായിട്ട്, ജഗതി പരജനേ ഈസതേ ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ സ്വാമിത്വമുള്ളവരാകുന്നു. ത്വം സ്വൽപ്പന അഭി അവിടുന്ന് സ്വാത്മാവിനെ കൂടിയും തനിക്ക് തന്നെയും ഈശ്വരനാണ്. ആത്മാവിനെ തന്നെ നമുക്ക് തരുന്ന പറയണത്, അല്ല ബാക്കി വെക്കുന്നില്ല, അങ്ങനെ മുഴുവനായിട്ടും തരും. സ്ഫീതഭാഗ്യാ ചേതന തഴച്ച ഭാഗ്യമുള്ള ജീവികൾ, അല്ല ഭക്തന്മാരായ പറയണം. പ്രതിപദ മധുരേ തൊയി അടിക്കടി ആസ്വാദ്യനായി തീരുന്ന അങ്ങയെ വിഷയമാക്കിക്കൊണ്ട്. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനെ അടിസ്ഥാനമാക്കിയിട്ട് വിഷയമാക്കിക്കൊണ്ട് എത്രയോ ഭാഗ്യമുള്ള ഭക്തന്മാർ ആസ്വദിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ ആ ധ്യാനത്തിൽ ഭയങ്കര ആസ്വാദനത്തിൽ ഇരിക്കുന്നുണ്ട് പല ഭാഗ്യവാന്മാർ, ഭക്തന്മാർ. ഉച്ചയ്യാരമന്തി എന്തെന്നില്ലാത്ത ആഹ്ലാദം കൊള്ളുന്നു. അത് കണക്കില്ലാത്ത ആഹ്ലാദത്തിലാണ് ഇരിക്കുന്നത്. ചിന്മയ ആനന്ദം. മനസ്സിലായില്ലേ? ത്വം ച ആത്മാരാമ ഏവ അവിടെ നിന്നാകട്ടെ ആത്മാരാമൻ, താങ്കൾ തന്നെ ആഹ്ലാദം കൊള്ളുന്നവൻ അത്രേ. ഈ ഭക്തന്മാരെ കാണുമ്പോൾ തന്നെ ഭഗവാന് ഭയങ്കര ആനന്ദമാണ്. നമുക്ക് ആനന്ദം തരുകയും ചെയ്യും, ഭഗവാനും ആനന്ദത്തിലാണ്. അതാണ് എൻ്റെ പ്രത്യേകത. ഇതി അതുല ഗുണഗണാധാര ശൗരേ തേ നമ. ഇപ്രകാരം അനുപമങ്ങളായ അനേകം ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ശൗരേ ഗുരുവായൂരപ്പ അങ്ങേക്ക് നമസ്കാരം എന്നാണ് മേൽപ്പത്തൂരിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.